ഹായ് എവരിവൺ, ഇറ്റ്സ് മീ സരിക. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് പതിവില്ലാതെ യൂട്യൂബിൽ, അങ്ങനെയാണോ കരുതുന്നത്? കരുതണം. കാരണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ ഒന്നുമേ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തതിന്റെ പിന്നാലെ അങ്ങനെ പോവും. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടാറുണ്ട്, ഫോട്ടോസ് ഇടാറുണ്ട്. അതും ഇപ്പോൾ കുറവാണ്. സ്കൂളും തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ മാക്സിമം അതിന്റെ പിന്നാലെയാണ്. പക്ഷെ വെക്കേഷൻ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യണം, ഇനിയൊക്കെ ഒന്ന് വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഓഫ് കോഴ്സ് എന്നെ കൊണ്ട് ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, പതിവ് പോലെ പുറത്തൊക്കെ പോകാനുള്ളതൊക്കെ പോയി. പക്ഷെ മാക്സിമം ടൈം ഞാൻ ഈ വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്ന എൻ്റെ വീട്ടിലാണ്. അപ്പൊ എനിക്ക് നന്നായിട്ട് ബോറടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു യൂട്യൂബ് ചാനലിൽ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് ഇടാം. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ സിസ്റ്റർ അനഘ സ്റ്റീവൻ, അവളിപ്പോൾ കുറച്ച് പ്രൊമോഷൻസും കാര്യങ്ങളും ഷൂട്ട്സും എല്ലാം ചെയ്യാറുണ്ട്. നാളെ അവൾക്ക് അങ്ങനെ തൃശ്ശൂരിൽ വെച്ചിട്ടൊരു ഷൂട്ട് ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു നാളെ ഞങ്ങൾ പോകുന്നതും അതിന്റെ ഷൂട്ട് പ്രോസസ്സും കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് ആ ടൈം മാനേജ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഇറ്റ്സ് മൈ ഫസ്റ്റ് വീഡിയോ ഇൻ യൂട്യൂബ്. അപ്പൊ എന്താണ് നാളെ സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഗൈസ്, നാളെ അവളുടെ ഷൂട്ടാണെങ്കിലും ഐ ആം പ്രിറ്റി മച്ച് എക്സൈറ്റഡ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സഹിക്കുക. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഞാൻ എങ്ങനെ അത് നാളെ ഷൂട്ട് ചെയ്യുക എന്നുള്ള സംഭവമൊക്കെ. കാരണം ഞാനാണ് അവളുടെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ട്, ലൈക്ക് ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴേ അവളെന്നോട് ആദ്യം പറഞ്ഞ കാര്യം, എൻ്റെ വീഡിയോ എടുത്തു തരുന്നതിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് അവൾ ആദ്യം പറഞ്ഞത്. പക്ഷെ നമ്മളൊന്നും കാര്യമാക്കരുത് ഗൈസ്. നമ്മുടെ ചേച്ചിമാർ നമ്മളോട് പലതും പറഞ്ഞ് നമ്മളെ ചീത്ത പറയും, മാനസികമായി പീഡിപ്പിക്കും. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കരുത്. നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് നമ്മളത് ചെയ്യുക. അവരുടെ അടുത്ത് ചീത്ത കേൾക്കുക, പിന്നെയും ചെയ്യുക, ചീത്ത കേൾക്കുക. ഇറ്റ്സ് എ റൊട്ടീൻ. ഓക്കെ, സോ ഞാൻ കുറേ പറയും, അത് വലിയ കാര്യമാക്കണ്ട. എൻ്റെ ഈ കണ്ണിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കും, അതും കാര്യമാക്കരുത്. ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇറങ്ങി ഒരു 7:30 സംതിങ് ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് 10:30ക്കാണ് ഷൂട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് മോർണിംഗ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നമുക്ക് ട്രാവൽ ചെയ്യാൻ തോന്നുന്ന ഒരു ക്ലൈമറ്റ് ആണ്. ഹലോ, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഷാർപ്പ് ടൈമിൽ തന്നെ നമ്മൾ എത്തി. ജസ്റ്റ് ഇപ്പോൾ ഒരു ഇൻട്രോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് തൃശ്ശൂരുള്ള ഒരു കബിനി ഓർഗാനിക് സലൂണാണ് കേട്ടോ. നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ, ഭയങ്കര പോസിറ്റിവിറ്റി, ഭയങ്കര നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വന്നപ്പോഴേ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഉള്ളിൽ പോകാൻ പോവാണ്. ബാക്കി ഷൂട്ട് ഉള്ളിലാണ് കേട്ടോ. ഞങ്ങൾ എല്ലാം കഴിഞ്ഞതായി ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഹലോ, ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുക, നേരെ വീട്ടിൽ പോവുക.
നന്നായിട്ടൊരു ഉറക്കം പാസ്സാക്കണം. നമ്മൾ രണ്ടുപേരുടെയും പ്ലാൻ അതാണ്. മാക്സിമം റിലാക്സ് ആയിട്ടുണ്ട്. നമ്മൾ ചുമ്മാ പറയല്ല കേട്ടോ, അടിപൊളി ട്രീറ്റ്മെൻ്റ് ആണ് കബിനി ഓർഗാനിക് സലൂണിലത്തെ. മാക്സിമം നമുക്ക് എത്രത്തോളം റിലാക്സ് ആവാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് റിലാക്സ് ആവാൻ പറ്റുന്നതും ദെൻ ഭയങ്കര സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻ്റ് ആണ് അവരുടെ എല്ലാം. അപ്പോൾ ഇനി ഒന്ന് വീട്ടിൽ പോവുക, നന്നായിട്ടൊന്ന് റിലാക്സ് ആയിട്ടൊരു ഉറക്കം, അതാണ് ഇപ്പോൾ നമ്മുടെ പ്ലാൻ. അപ്പോൾ കഴിക്കാൻ പോവുക, ദെൻ ഡയറക്റ്റ് വീട്ടിൽ പോവാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തെങ്കിലും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.